ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. ومن يهاجر في سبيل الله يجد في الأرض مراغما كثيرا وسعة ومن يخرج من بيته مهاجرا إلى الله ورسوله ثم يدركه الموت فقد وقع أجره على الله وكان الله غفورا رحيما. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് എല്ലാവരെയും വസിയത്ത് ചെയ്യുകയാണ്. പവിത്രമായ ഒരു മാസത്തിലാണ് നമ്മൾ, മുഹറം മാസത്തിന്റെ തുടക്കത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയിട്ട് 1447 കൊല്ലങ്ങളിൽ 48 നമ്മൾ പ്രവേശിച്ചു. തിരുമേനിയുടെ ഹിജ്റ കണക്കാക്കിയിട്ടാണ് നമ്മൾ കൊല്ലം കണക്കാക്കുന്നത്. അപ്പൊ ഇപ്പൊ 1448 ഒരുപാട് പാഠങ്ങളുള്ള ഒരു മഹാസംഭവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബികളുടെയും ഹിജ്റ. അതിലൊരു കാര്യത്തിലൂടെ മാത്രമാണ് എനിക്ക് അനുഭവം. നമ്മുടെ ബാധ്യത ശരിക്ക് വരച്ചു കാണിക്കുന്ന ഒരു വലിയ പാഠശാലയാണ്. എന്താ നമ്മുടെ ബാധ്യത? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു പറയുന്നു, ഞാൻ ജിന്നുകളെയും മനുഷ്യരെയും സൃഷ്ടിച്ചത് എനിക്ക് ഇബാദത്തെടുക്കാൻ വേണ്ടി മാത്രമാണ്. ഒട്ടേറെ പ്രത്യേകതകളുള്ള സൃഷ്ടിയാണ് മനുഷ്യൻ. അത് വെറുതെയല്ല, അവർക്ക് വലിയ ദൗത്യം ഇവിടെ നിർവഹിക്കാണ്. അതാണ് അവിടെ ചുരുക്കി പറഞ്ഞത്. റബ്ബിനെ ഇബാദത്തെടുക്കുക, അള്ളാഹുവിന്റെ നിയമങ്ങൾ എന്തൊക്കെ നോക്കുക, കൽപ്പനകൾ, അവന് വിരോധിച്ചത് എന്തൊക്കെ നോക്കുക, എന്നിട്ടാണ് ജീവിതത്തിൽ വളർത്തുക. സദാസമയം തന്നെ സൃഷ്ടിച്ച റബ്ബിനെ പറ്റിയുള്ള ബോധത്തോടും ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും അവന്റെ നിരീക്ഷണത്തിൽ നമ്മൾ ഒഴിവാക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും അവന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കേണ്ടവരാണ്. അതിന് എത്ര പ്രയാസമുണ്ടെങ്കിലും എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും അല്ലാഹു ബാത്തെടുക്കുന്നതിൽ നിന്ന് നമുക്ക് ഒഴിവാൻ കഴിയില്ല. ഹിജ്റയെ പറ്റി പറയുന്ന ഒരു വചനത്തിൽ നമുക്കങ്ങനെ കാണാം. വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഇന്നല്ലദീന തവഫാഹുമുൽ മലായിക, മലക്കുകൾ ചിലരെ മരിപ്പിക്കുന്ന രംഗമാണ് അവിടെ പറയുന്നത്. അപ്പൊ മോശപ്പെട്ട ആൾക്കാരെ അവരുടെ അടുത്ത് അവരുടെ റൂഹെടുക്കാൻ വേണ്ടി മലക്കുകൾ വരും. അപ്പൊ അവരോട് ചോദിക്കും, അവര് തിന്മ ചെയ്തവരാണ്, സ്വന്തത്തോട് അക്രമം ചെയ്തവരാണ്, അള്ള ഏൽപ്പിച്ച പണികൾ അവർ ചെയ്തിട്ടില്ല. എന്താണ് ബാധ്യത? അള്ളാഹ് ഇബാദത്തെടുക്കലാണ് ബാധ്യത. അത് മരിക്കുന്നത് വരെ ഇവിടെ അതാണ് നമ്മുടെ പണി, അള്ളാഹ് ഇബാദത്തെടുക്കും. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി തോന്നിയ പോലെ ജീവിച്ച മനുഷ്യന്മാരുടെ അടുത്തേക്ക് മലക്കുകൾ വരുന്ന കാര്യമാണ്, വരാൻ പോകുന്ന കാര്യമാണ്. ഇവിടെ എല്ലാവർക്കും ഒരുപാട് ആൾക്കാർ വന്നു, അവർ ലോകം വിട്ടു. ഇനി ഇവിടാണ് ആൾക്കാരെടുത്ത് അവർ മോശമായി ജീവിക്കുകയാണെങ്കിൽ അവരെടുത്ത് തരുന്ന കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ അവർക്ക് പറഞ്ഞവർക്ക് കാര്യമായിട്ട് അവർ റിസ്പെക്റ്റില്ല, കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ മലക്കളെ ചോദിക്കുകയാണ്, ഭീമ കൊണ്ടുവന്നു, എന്താണ് വളരെ മോശമാണല്ലോ,
എന്തേ കാരണം? അപ്പൊ അവര് പറഞ്ഞു, പുന്ന മുസ്തഫില്ല, ഞങ്ങളുടെ ഭൂമി ദുർബലരായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വേണ്ട വിധ ആരാധനകളൊന്നും ചെയ്യാൻ പറ്റാതില്ല. ഞങ്ങളുടെ നാട് പ്രശ്നമാണ്, അവിടെ വിവാഹത്തിനൊന്നും പറ്റൂല, ഇതിനും സ്വാതന്ത്ര്യമില്ല, പ്രശ്നമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിവാഹത്തുകൾ എടുത്ത് പോകാതിരുന്നത്. അവ മലക്കുകൾ വിടുന്നില്ല. അലം തത്തുന്ന അർഹുള്ളാഹി വാസിയ, അള്ളാന്റെ ഭൂമി വിശാലായിരുന്നില്ല. ആരും നിങ്ങളോട് അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു. വിവാഹത്ത് ചെയ്യാൻ പറ്റുന്ന നാട്ടിലേക്ക് പോകണം. അപ്പൊ വിവാഹത്തിന് എന്തെങ്കിലും ഒഴിവില്ല, കാരണം നമ്മൾ സൃഷ്ടിച്ച് അള്ളാഹ് വിവാഹത്ത് ചെയ്യാനാണ്. അതുകൊണ്ട് നാട്ടിൽ പ്രശ്നമായിരുന്നു. അവരതിന് പറ്റിയിരുന്നില്ല, അനുസ്കരിക്കാനും പറ്റിയിരുന്നില്ല. മറ്റുള്ള ദീനിന്റെ ഷായകളില്ല, അള്ളാന്റെ ദീനിന്റെ ചിഹ്നങ്ങളിൽ അതൊന്നും ജീവിതത്തിൽ പകർത്താൻ ഞാൻ കഴിഞ്ഞിരുന്നില്ല. ഞങ്ങളുടെ നാട് അങ്ങനെ എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അവരോട് മലക്കുകൾ പറയുന്നത്. എങ്കിലും തന്നെ അവിടെ തന്നെ നിന്നത്. അർഹുള്ളാഹി വാസി, അള്ളാന്റെ ഭൂമി വളരെ അലം തുക്കുന്ന അർഹുള്ളാഹി വാസി, അള്ളാന്റെ ഭൂമി വളരെ വിശാലായിരുന്നല്ലേ. അപ്പൊ തുഹാനിറൂപ്പി അങ്ങോട്ട് ഇസറൂപ്പി കൂടായിരുന്നു. അപ്പൊ ഇവരെ കാരണം പറഞ്ഞു ഒന്നും എവിടെയും സ്വീകരിക്കപ്പെട്ടിട്ടില്ല. എന്നിട്ട് അവരെ പറ്റി അവർ പിന്നെ പറയുന്നത് ജഹന്നം, അവരുടെ സങ്കേതം, അവർക്ക് ചെന്നെത്താനുള്ള സ്ഥലം നരകമാണ്. സാത്ത് മസീർ, അത് എത്ര മോശപ്പെട്ട സങ്കേതമാണ്. കാരണം അവരെങ്ങനെ സൃഷ്ടിച്ചത് അത് ഈ ലോകത്ത് റബ്ബിനെ വേർത്തെടുക്കാനായിരുന്നു, അള്ള പറഞ്ഞനുസരിച്ച് ജീവിക്കാനായിരുന്നു. അത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവർക്ക് പോകേണ്ടതാ പറഞ്ഞു. അപ്പൊ എന്ത് കാരണം പറഞ്ഞാലും നമ്മുടെ ഏറ്റവും വലിയ പണി അത് നമ്മൾ ചെയ്യലാണ്. ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാനുള്ള കാരണം നമ്മൾ അവനിശ്ചയിച്ചിട്ടില്ല. അള്ളാഹ് ഭാഗത്തെടുത്ത് ജീവിക്കാം. അതൊരു നാട്ടിൽ തടസ്സം കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ആ നാട് വിടുക. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഈ തടസ്സങ്ങളൊന്നും ഇല്ലാതെ തന്നെ ആ വിവാദത്തിൽ മാറി നമ്മൾ എങ്ങനെ ഉണ്ടാകും? ഒരു നാട്ടിൽ ആരാധനകൾക്ക് വിലക്കില്ല, അപ്പൊ പറഞ്ഞനുസരിച്ചൊക്കെ ജീവിക്കാൻ പറ്റും. അവന്റെ ചിഹ്നങ്ങളൊക്കെ ഇവിടെ അതിനനുസരിച്ച് കൊണ്ടു നടത്താൻ പറ്റും. എന്നിട്ട് ഭൗഗോളികഭാഗം മനുഷ്യരുടെ അവസ്ഥ എന്താണ്? അതൊക്കെ എന്ത് ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പൊ എത്ര വലിയ അപകടമാണ്. ഇവര് പറഞ്ഞെന്താ, ഒരിക്കലും ഞങ്ങളുടെ നാട്ടില് കഴിയാത്തത് കൊണ്ടാണെന്നാ പറഞ്ഞത്. കഴിയുമെങ്കിൽ ഞങ്ങൾ ചെയ്യുമായിരുന്നു പറഞ്ഞു. പക്ഷെ അതുകൊണ്ടൊന്നും രക്ഷയില്ല. അപ്പൊ നമുക്ക് ശരിക്ക് റബ്ബിന് ഇബാദത്ത് എടുക്കാനൊക്കെ പറ്റും. ശരിക്ക് റബ്ബ് പറഞ്ഞതനുസരിച്ച്, റസൂൽ തിരുമേനി പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ പറ്റിയിട്ടും അതൊക്കെ നമ്മുടെ രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റി നമ്മൾ വേറെ ലോകത്തിന്റെ പിന്നാലെ പോയാൽ അത് എത്ര വലിയ അപകടമായിരിക്കും എന്നീ അവസരത്തിൽ നമ്മൾ ആലോചിക്കണം. ഈ റബ്ബിന്റെ വഴിയിൽ അങ്ങനെ ഹിജ്റ പോകേണ്ടി വന്ന ഹിജ്റ പോകാനുള്ള പറഞ്ഞത്. അങ്ങനെ ഹിജ്റ പോയത് കഷ്ടപ്പാടല്ല. അന്ന് പറഞ്ഞത് ജീവിതത്തിൽ പകർത്തിയാൽ അവന്റെ മുമ്പിൽ എന്തായാലും വഴി ഉണ്ടാവും. അപ്പൊ എത്തത്തില്ല എരിയാലോ അഫറജ, അള്ളാനെ സൂക്ഷിച്ച് ജീവിച്ചാൽ അള്ളാഹ് വഴി അവന് തുറന്നു കൊടുക്കും. അതില്ലാത്ത പ്രശ്നമല്ലാതെ ഇവിടെ ഹിജ്റ പോവുകയാണെങ്കിൽ അതിനെപ്പറ്റി വിശുദ്ധ ഖുർആൻ പറയാൻ തുടക്കത്തിൽ ചോദിക്കായിരിക്കും. അപ്പൊ യുഹാജി സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ ആര് ഹിജ്റ പോകുന്നുവോ എങ്കിൽ ഈജിപ്തിൽ മുറാമൻ കസീറ, അവന് ഭൂമിയിൽ ഒരുപാട് അഭയസ്ഥാനങ്ങൾ കാണും. കാരണം അത പറഞ്ഞതനുസരിച്ചിട്ടുണ്ട് അവന്റെ നാട് ഒഴിവാക്കുന്നത്, അവന്റെ വീട് ഒഴിവാക്കുന്നത്, അവന്റെ കച്ചവടങ്ങളും മറ്റുള്ള ബിസിനസ്സുകളൊക്കെ റബ്ബിന് വേണ്ടി ഒഴിവാക്കണം. അവൻ ഒഴിവാക്കിയ നാട് വിട്ടാൽ അവന് ഒന്നും ഇല്ലാതെ അനാഥനായി അങ്ങനെ ആവുമെന്ന് വിചാരിക്കണം. ഭൂമിയിൽ തന്നെ ഒരുപാട് അഭയസ്ഥാനങ്ങൾ അവന് കാണും, വിശാലത കാണും. തന്റെ വീട്ടിൽ നിന്ന് അള്ളാഹുവിലേക്കും അവന്റെ ദൂതനിലേക്കും ആരെങ്കിലും ഹിജ്റ എന്ന നിലക്ക് പുറപ്പെട്ടാൽ സുമയുദ്രിക്കുൽ മൗത്ത്, അപ്പൊ അതിന്റെ വഴിയിൽ വെച്ച മരണം അവനെ പിടികൂടി നിൽക്കുക. പക്കത് വാക്കുള്ള കൂലി സംഭവിച്ചു കഴിയുന്ന സ്വർഗത്തിലാണ്, സംശയമല്ല. ഇവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ അവന് സ്വർഗത്തിലാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഹിജ്റയെ പറ്റി പറഞ്ഞു. രണ്ട് ഗുണം അവിടെ പറഞ്ഞു, രണ്ട് ഗുണം. ഒന്ന് ഭൗതികമായി, അവനൊരിക്കലും അവന് നാട് ഒഴിവാക്കി എന്നുള്ളത് കൊണ്ട് അവന് നാട് കിട്ടാതെ പോകുന്നില്ല. അവന് സൗകര്യങ്ങൾ ഒഴിവാക്കുന്നത് കൊണ്ട് സൗകര്യങ്ങൾ കിട്ടാതെ പോകുന്നില്ല. കൂടെ ചെയ്യൽ ചിലപ്പോൾ കൂടെയാണ് ചെയ്യുന്നത്, റബ്ബിന് വേണ്ടിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ രണ്ട്, പിന്നെ പരലോകത്തുള്ള കാര്യം പറയും. രണ്ട് വിഷയം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ഞാൻ ഇവിടെ കേൾപ്പിക്കുകയാണ്. നബി തിരുമേനി പറഞ്ഞു, ഇന്നക ലം തദ ശൈഅൻ ലില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിന് വേണ്ടി ഏതൊരു കാര്യം ഒഴിവാക്കിയാൽ, റബ്ബിന് വേണ്ടി ഒഴിവാക്കിയാൽ റബ്ബിന് ഇഷ്ടമില്ലാത്ത കാര്യമായിരിക്കുമല്ലോ, നമുക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടാവും. നമ്മുടെ തന്നിഷ്ടങ്ങൾക്കനുസരിച്ചോ അല്ലെങ്കിൽ സമൂഹത്തിനനുസരിച്ചോ
പിശാചിന്റെ അനുഭവത്തിനനുസരിച്ചിട്ടൊക്കെ നമ്മൾ ചെയ്യുന്ന തിന്മകളുണ്ടാവും. അതിനോടായിട്ട് നമ്മുടെ മനസ്സിന് താല്പര്യം. പക്ഷെ അത് റബ്ബിന് വേണ്ടി നമ്മൾ ഒഴിവാക്കി. എന്താണ് ഹിജറ അതിൽ പറയുന്ന നാടൊഴിവാക്കലും വീടൊഴിവാക്കലും മാത്രമല്ല, എന്ത് റബ്ബിന് വേണ്ടി ഒഴിവാക്കിയാൽ അതിനേക്കാൾ നല്ലത് അത് പകരമായി നൽകാതിരിക്കുന്നത് റബ്ബിന്റെ വാഗ്ദാനമാണ്. റബ്ബിന് വേണ്ടി നമ്മൾ എന്തൊഴിവാക്കിയാൽ അതിന്റെ മേഖല വളരെ വിശാലമാണ്. ഒരാൾക്ക് ഒരു ജോലി ഉദാഹരണം പറയാം, അയാൾക്ക് പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടുകളാണ് നിൽക്കുക. അപ്പൊ അയാൾക്ക് തോന്നുകയാണ് ഇത് ശരിയാവില്ല, പലിശ ഇസ്ലാം കർശനമായി ഉപയോഗിച്ചാണ്, അതുകൊണ്ട് ഞാൻ ഒഴിവാക്കാം. ഇനിയുള്ള ജോലി പിന്നെ അവന്തോ തന്നോളും, വേറെ അധ്വാനിക്കാം, എല്ലാവരായി വേറെ നോക്കുക, അത് കൊടുക്കും. പിന്നെ ഏറ്റവും വലിയ മനസ്സിന്റെ സമാധാനം, അത് തിന്മ അങ്ങനെ ചെയ്തുകൊണ്ട് പോകാനും മനസ്സിന് എന്ത് സുഖം ഉണ്ടാകാൻ. അവന്റെ മനസ്സായിട്ട് അവനോട് പറഞ്ഞുകൊണ്ടിരിക്കും ഇത് പലിശയാണ്, പലിശയുമായി ബന്ധപ്പെട്ട ബിസിനസ്സാണ്, ഇത് പറ്റൂല. ഇതിങ്ങനെ മനസ്സിലെന്നും ഇതാണ് അവന്റെ മകൻ ഒന്നാം കൊടുക്കണം. ഞാൻ അതാണ് ഒഴിവായ അവന്റെ മനസ്സിന് എന്തൊരു സ്വസ്ഥത ഉണ്ടാകും. ഹലാലായത് മാത്രം സമ്പാദിച്ച് ജീവിക്കുന്നത്. ഈ വേറൊരു ഉദ്യോഗം കിട്ടിയത് അവിടെ അക്രമങ്ങളും വഞ്ചനകളും അങ്ങനെയൊക്കെയാണ് പണം ഉണ്ടാകുന്ന സമ്പാദ്യം, തട്ടിപ്പുകളും മറ്റൊക്കെ നടത്തി. അതുപോലെ തോന്നി ഇത് ശരിയാവില്ല, ഒരാൾ ഒഴിവാക്കിയതിന് പകരമാകുമ്പോൾ അതിന്റെ വേറെ കൊടുക്കും നമ്മൾ, അതാണ് ഒഴിവാക്കുക. അതിൽ തന്നെ അണ്ടിപിടിച്ച് നിൽക്കേണ്ട ഹറാമായ അത്തരം കാര്യങ്ങൾ. ഇതുപോലെ ഓരോ വിഷയങ്ങളുണ്ട്, ഓരോന്ന് വിഷയങ്ങൾ. ഇപ്പൊ ഒരു നോട്ടം, നമ്മുടെ ഹറാമായ കുറെ നോട്ടങ്ങളുണ്ടല്ലോ നമ്മുടെ കണ്ണുകൊണ്ട്. അപ്പൊ അത് നോക്കാൻ തോന്നുമ്പോ അള്ളാഹ്ക്ക് വേണ്ടി ആ നോട്ടം കൊണ്ട് ഒഴിവാക്കിയാൽ അള്ളാഹ് മനസ്സിന് പകരമായ മനസ്സിന് സുഖവും വേറെ പലതും. അപ്പൊ നമ്മുടെ നോട്ടങ്ങൾ എത്രയുണ്ട്, നമ്മുടെ സ്ക്രീൻ ഓരോരുത്തർക്കും സ്വന്തമായ സ്ക്രീനുണ്ട്. എന്തൊക്കെയാണ് അതിലൂടെ കാണുക, ഒക്കെ നമ്മൾ അള്ളാഹ് വിചാരിച്ചുകൊണ്ട് ഒഴിവാക്കിയെന്നൊക്കെ. ഇതുപോലെ നമ്മുടെ ചെവി, ആ ചെവി കൊണ്ട് എന്തൊക്കെ കേൾക്കുന്നത്, റബ്ബിന് വേണ്ടി വേണ്ടാത്തത് കേൾക്കൽ ഒഴിവാക്കിയാൽ ഏത് റബ്ബിന് വേണ്ടി നമ്മൾ ഒഴിവാക്കുന്നുവോ അതിന് പകരമായി നല്ലത്. അതിൽ ഏറ്റവും കൂടുതൽ മനസ്സിന്റെ സുഖം എന്ന് പറയുന്നത്. തിന്മ ചെയ്യുന്നവർക്ക് മനസ്സിന് സുഖം ഉണ്ടാവില്ല, അവരുടെ മനസ്സ് അസ്വസ്ഥമായി എന്നും ഒരാൾ വനം ഒഴിവാക്കുക, നല്ലതിലേക്ക് മാറും. ഇതാണ് അവിടെ പറയുന്നത്. ഇവിടെ മുഹാജിറുകൾ ചെയ്തത് എന്താണ്, അവർ ചെയ്ത് റബ്ബിന് വേണ്ടി നാട് ഒഴിവാക്കി. അങ്ങനെ ഒഴിവാക്കി അള്ളാ അഭയസ്ഥാനങ്ങൾ നൽകുന്നല്ലേ പറഞ്ഞത്. അവർക്ക് എന്തൊക്കെ കിട്ടി, അവര് റബ്ബിന് വേണ്ടി അവര് ജീവിച്ചു വളർന്ന സ്വന്തം ഇഷ്ടപ്പെട്ട നാട് ഒഴിവാക്കി, വീട് ഒഴിവാക്കി, അവിടുത്തെ കച്ചവടങ്ങളൊക്കെ ഒഴിവാക്കി. അപ്പൊ അവർ കിട്ടിയതോ മക്കനല്ലാതും അല്ല, ഭൂമിയിൽ തന്നെ അവർക്ക് സ്വാധീനം നൽകി. പിന്നെ അവര് നേതാക്കളായി മാറി. ഇസ്രയേലുടെയും കൈസറിന്റെയും ഒക്കെ ഖജനാവുകൾ അവർ കീഴടക്കി. ഇടുങ്ങിയ ആ നാട്ടിൽ നിന്ന് ഹിജറ പോയപ്പോ അവരുടെ ലോകം കൊണ്ട് വിശാലത ചെയ്ത് ഭൗതിക ലോകത്തിന് അള്ളാഹു അവരെ കാലത്തെങ്ങുമ്മ ഉമ്മത്തിന്റെ നേതാക്കളാക്കി അവരെ. ഇന്നും അവര് വിരിച്ച ഇരിപ്പിലൂടെ നമ്മളൊക്കെ നടത്തുന്നത്. അവരാണ് ലോകത്ത് ഇസ്ലാമിന് മുഴുവൻ എത്തിച്ചിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ പ്രചരിച്ച ആ കാര്യം പിൽക്കാലത്തുമ്പോൾ നമ്മൾ നോക്കിയാൽ മതി അതിന്റെ വ്യത്യാസം. അപ്പൊ ഇതുപോലെ റബ്ബിന് വേണ്ടി അവര് ഒഴിവാക്കി. അതുകൊണ്ട് കിട്ടിയത് ഒരു ഉദാഹരണം, ഇബ്രാഹിം അലൈഹിസ്സലാം തറവട്ടാണ് അദ്ദേഹം ഹിജറ പോയത്. മക്കയ്ക്ക് തന്നെ അദ്ദേഹം പോയത് 5 വട്ടം നമുക്ക് പ്രമാണങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ആദ്യം ഇസ്മായിൽ അലൈഹിസ്സലാം ജനിച്ച ഉടനെ ആ മരുഭൂമിയിലും മക്കയിൽ കൊണ്ടുപോയി ആക്കാൻ പറഞ്ഞു. ഏതോ നാട്ടിൽ നിന്ന്, അന്നത്തെ യാത്രയാണ്, ഇന്നത്തെ യാത്രയല്ല. ഇന്നത്തെ യന്ത്രവൽകൃത വാഹനങ്ങളും വിമാനവും വേറെ ഒന്നുമില്ലല്ലോ. അന്നത്തെ യാത്ര എന്ന് പറഞ്ഞ സൂര്യന്റെ ചുവട്ടിലൂടെ അന്ന് ലഭ്യമായ വാഹനം എന്ന് പറഞ്ഞത് അലൈസാരി. എത്ര കിലോമീറ്ററുകൾ താണ്ടത് അതിനു വേണ്ടിയാണ്. പിന്നെ അദ്ദേഹം പരമാവസായി ആ കുട്ടി എഴുന്നേറ്റ് നടക്കാനൊക്കെ ആയി. ആ നേരം വന്നിട്ട് പിന്നെ അടുത്ത വരക്ക് പറയണ എന്താ, പിന്നെ അറുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിന് വീണ്ടും മക്കയിലേക്ക് വരികയാണ്. എത്ര വിദൂരത്തിൽ നിന്നാണ് വരുന്നത്. പിന്നെ കാബ നിർമ്മിക്കാൻ വേണ്ടല്ലോ. അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിൽ നബിയാണ് കാബ നിർമ്മിക്കുന്നത്. ഇത് പിന്നെയും വരുന്നത്. പിന്നെ അദ്ദേഹം വിവാഹം ചെയ്ത് അദ്ദേഹം അവിടെയുള്ള അറബികളെ കൊടുത്ത് അറബി ഭാഷയൊക്കെ പഠിച്ചു, അവരുടെ കൊടുത്ത് കല്യാണം കഴിച്ചു. അതിനുശേഷമാണ് അവിടെ പിന്നെ വരുന്നത്. അപ്പൊ ഇസ്മായിൽ അലൈഹിസ്സലാം അവിടെ വീട്ടിലില്ല. ആ നേരം ഭാര്യയുടെ വിഷയം ചോദിച്ചപ്പോൾ അദ്ദേഹം മനസ്സിലായി ഈ ഭാര്യ പറ്റിയതല്ല, ദീനീ കുടുംബത്തിന് പറ്റിയ ഭാര്യ അല്ല ഇവിടെ. അതുകൊണ്ട് എന്റെ മകന് ഇവിടെ പറ്റൂല, ഒഴിവാക്കണം. അതുകൊണ്ട് വേറെ കുടുംബത്തിന് അവിടെ വിവരം അറിയിച്ചു. ഇസ്മായിൽ വന്നാൽ നീ പറയണം, ഈ വീടിന്റെ ഉമ്മറപ്പടി മാറ്റി വെക്കാൻ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ബുഖാരി റിപ്പോർട്ടിൽ ധരിച്ചിട്ടാണ്.
അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി, ഒന്ന് എന്റെ വാപ്പയാണ്, നിന്നെ എന്റെ ഭാര്യയൊക്കെ പറ്റില്ല, നമുക്ക് പറ്റില്ല, എനിക്ക് ഇതിനെ വിട്ട് പോകാം. പിന്നെ കുറെ കഴിഞ്ഞ് വരണം. അപ്പോഴും ഇസ്മായിൽ നബി വീട്ടിലില്ല. അപ്പോഴും ഭാര്യയോട് ചോദിക്കുന്നു, എന്താണ് ഇതിനൊക്കെ ഭാര്യ വളരെ ഉഷാറാന്ന് മനസ്സിലായി. അപ്പൊ അവിടെ നിലനിർത്താൻ വേണ്ടി പറഞ്ഞ കാര്യം നിങ്ങൾ ആലോചിച്ച്, ഒരു മനുഷ്യന്റെ ഹിജ്റത്ത് മക്കയിലേക്ക് മാത്രമല്ല, ഇറാഖിലേക്ക്, ഈജിപ്തിലേക്ക്, ഫലസ്തീനിലേക്ക്, ഇങ്ങനെ റബ്ബിന് വേണ്ടി വിലപ്പെട്ട് എന്ന് നമ്മൾ പറയുന്ന കാര്യം ഒഴിവാക്കുമ്പോൾ അള്ള കൊടുത്തതോ അള്ളാന്റെ ഹരീലാക്കി, ഇമാമാക്കി. ശേഷം വന്ന അമ്പിയാക്കൾ പണ്ടങ്ങളുടെ അദ്ദേഹത്തിന്റെ സന്തതിയിൽ നൽകി. ഇബ്രാഹിം നബിയുടെ മില്ലത്തിലൂടെ പോകാതെ ഒറ്റപ്പെട്ടിന് സ്വന്തത്ത് പോകാൻ പറ്റുക എന്ന അവസ്ഥയാണ്. ഈ രൂപത്തിൽ ഓരോന്ന് മഹാനായ യൂസുഫ് അലൈഹി സ്വലാം ആ തിന്മ ഒഴിവാക്കി, ഒരു മനുഷ്യൻ താല്പര്യമുള്ള തിന്മ ഒഴിവാക്കിയപ്പോൾ അത് അദ്ദേഹത്തിന്റെ മുമ്പിൽ തുറന്നു കൊടുത്ത വിശാലമായ ലോകത്തെ പറ്റി നമുക്ക് അറിയാം. ഇങ്ങനെ എടുത്തു റബ്ബിന് വേണ്ടി എന്തൊഴിവാക്കി അള്ള പകരം നല്ല അള്ളാന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് റബ്ബ് ഹറാമാക്കിയത്. ഇപ്പൊ ഹിജറയെ കുറിച്ച് പലതും വന്നത് ഈ നമ്മുടെ ഹിജറയെ പറയാൻ, നമ്മുടെ ഹിജറ ഇവിടെ ഈ ഹിജറ കൊണ്ട് പരലോകത്തുള്ള ഗുണങ്ങൾ അത് തുടക്കത്തിൽ വചനത്തിൽ വന്നു. വേറെ അള്ളാഹന്മാർ ഹിജറ പോകുന്നവർക്ക് പരലോകത്തുള്ള ഗുണവും അവരുടെ ചെയ്യാത്തിയും അവരുടെ തിന്മകളൊക്കെ നമ്മൾ വായിച്ചു കൊടുക്കുന്നതൊക്കെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അപ്പൊ നമുക്കിപ്പോ ഹിജറില്ലല്ലോ. എന്താ ഹിജറ? നമുക്കൊക്കെ ഹിജറുണ്ട്, എല്ലാവർക്കും ഹിജറുണ്ട്. നമ്മുടെ ഹിജറെ പറ്റി ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ലിം, ഒരു യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞ ആരാധനയോ, മൻസലിം അൽ മുസ്ലിമൂന, മറ്റു മുസ്ലിങ്ങൾ അവനിൽ നിന്ന് രക്ഷപ്പെടും, അവന്റെ നാവിൽ നിന്നും അവന്റെ കയ്യിൽ നിന്നും. മറ്റു മുസ്ലിങ്ങൾ അവർക്ക് ജീവനമുള്ളൊരു ഉപദ്രവമില്ല, ആർക്കും ഉപദ്രവമില്ല. അവന്റെ നാവും അവനക്രമിക്കൂല, അവന്റെ കൈകാലുകളും അവനക്രമിക്കൂല. ഇതാണ് യഥാർത്ഥ മുസ്ലിം. പിന്നെ അടുത്തതാണ് വൽ മുഹാജിർ. ആരാണ് മുഹാജിർ? ആരാ മുഹാജിർ? നമ്മൾ മുഹാജിർ എന്ന് പറയുമ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ മുഹാജിറുകൾ, അവരാണ് മുഹാജിർ, ഒന്നാമത്തെ മുഹാജിർ. എന്നാൽ അത് പ്രത്യേകം ഹിജറയാണ്. എന്നാൽ നിലനിൽക്കുന്ന ഹിജറ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഹിജറയാണ് അവിടെ പറയുന്നത്. ഇതെല്ലാം കൊണ്ട് ഇരിക്കുന്ന എനിക്കും നിൽക്കുന്ന എനിക്കും ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെയുള്ള ഹിജറയാണ് ഈ പറയുന്നത്. അതെന്താണെന്നറിയോ? മൻ ഹജറമാൻ അഹ്വാൻ, അള്ള എന്ത് വിലക്കിയോ അത് ഒഴിവാക്കുന്നതാണ്. ഹജറാന്നാണ് ഒഴിവാക്കിയെന്നെ. മുഹാജിറിനെ ഒഴിവാക്കുന്ന നമ്മുടെ നാടും വീടൊക്കെ ഒഴിവാക്കിയതുകൊണ്ട് മുഹാജിറിന് പേരിട്ടത്. അള്ള വിലക്കിയത് ഒഴിവാക്കുന്നവരാണ് മുഹാജിർ. അപ്പൊ നമുക്കൊക്കെ ഹിജറയുണ്ട്. അപ്പൊ നമ്മുടെ ഹിജറ ഒന്ന് ഹിജറത്തുൽ ഇസ്ലാം, നാവിൽ നിന്നുള്ളത് ഹിജറയുണ്ട്. നാവിന്റെ ഹിജറ അതെന്താണ്? ആ നാവ് കൊണ്ട് നമീമത്ത് പറയാതിരിക്കൽ, ഗീബത്ത് പറയാതിരിക്കൽ, കള്ളം പറയാതിരിക്കൽ, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നാവിന്റെ ഹിജറ അതാണ്. നാളെ നാവ് കൊണ്ടുള്ള തെറ്റ് ഒഴിവാക്കുക എന്നർത്ഥം. ഇതുപോലെ ഹിജറത്തുലൈൻ, കണ്ണിന് ഹിജറയുണ്ട്. എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു, സ്ക്രീനുകളിലും അതല്ലാതെ അങ്ങാടികളിലുമൊക്കെ കാണാൻ പറ്റാത്തതിലേക്ക് നോക്കണ്ട. അതാ ആ തോന്നുമ്പോൾ തന്നെ അതുകൊണ്ട് ഒഴിവാക്കിയാവുന്ന അതിന് പകരമായി, ആ ഹിജറക്ക് പകരമായി നമ്മുടെ കണ്ണുകൊണ്ടുള്ള ഹിജറ നടത്തിയ അത് നാം കണ്ടു താഴ്ത്തുക. അതുകൊണ്ടുള്ള ഹിജറക്ക് പകരമായി അള്ളാഹു വേറെ അനുഗ്രഹങ്ങൾ നൽകും. ഇതുപോലെ മറ്റേ ഹിജറയോ ഹിജറത്തുൽ ഖൽബ്, ഹൃദയത്തിന്റെ ഹിജറ. എന്താ ഹിജറത്ത്? ഹൃദയം സകലമായ അന്ധവിശ്വാസങ്ങളും ശുദ്ധ വിശ്വാസങ്ങളും ഒക്കെ ഒഴിവാക്കണം. അതുപോലെ ഹൃദയത്തിൽ അല്ലെങ്കിൽ താമസിക്കാൻ സാധ്യതയുള്ള മറ്റുള്ളവരോടുള്ള അസൂയ, പക, വിദ്വേഷം, അഹങ്കാരം, ഇതൊക്കെ ഹജ്ജ് ചെയ്യണം. ഇതിനൊക്കെ ഹിജറ നടത്താൻ മുഴുവൻ ഒഴിവാക്കണം. ഇതുപോലെ ഹിജറത്തുസ്സാം, നമ്മുടെ കേൾവിയുടെ ഹിജറ. ഇതുപോലെ ഓരോന്നും നമുക്ക് ആലോചിച്ചാൽ ഇതുപോലെ നമ്മുടെ അവയവങ്ങളുടെ ഹിജറ എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ വരുന്ന തിന്മകൾ അതൊക്കെ ഒഴിവാക്കി. ഇത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടല്ലോ. ഈ രണ്ട് ഹിജറ നടത്താൻ നമ്മളൊന്നും നേടുകയാണ്. ഈ ഹിജറ നടത്തിയവർ ലോകത്തിന്റെ നേതാക്കളായവരാണ്. ഈ രണ്ട് ഹിജറ നടത്തിയവർ ഒന്നെന്താ, റബ്ബിന്റെ നാട്ടില് അല്ലെങ്കിൽ ഭൂമിയിൽ ഇബാദത്തുമായി കഴിച്ചുകൂട്ടാൻ പറ്റില്ലെങ്കിൽ അന്യനാട്ടിലേക്ക് പോവുക എന്ന ഹിജറ, എന്നിട്ട് ദീനനുസരിച്ച് ജീവിക്കുക. മറ്റൊന്നോ, ഹിജറന്റെ ആവശ്യമില്ലെങ്കിലും നമുക്ക് ദീനനുസരിക്കാൻ എല്ലാ അവസരം ഉണ്ടായിട്ട് ആ ദീനനുസരിക്കാൻ എന്നാൽ അത് പ്രശ്നമാണ്. ദീനനുസരിക്കുമ്പോൾ അള്ള വിലക്കിയ തെറ്റുകളൊക്കെ ഒഴിവാക്കുക എന്ന ഹിജറ. ഇങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കാൻ ചെയ്യാത്തവരൊന്നും ലോകത്തൊന്നും നേടില്ല. ദീനിൽ അവർക്കൊന്നും ഉന്നതമായ സ്ഥാനം ഉണ്ടാവില്ല. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. നമ്മൾ എപ്പോഴും ആഗ്രഹിക്കണം, വിചാരണ നടത്തണം. ഓരോ ദിവസവും ഞാൻ എന്ത് ചെയ്യും? ഇവിടെ ഒരു കൊല്ലം കഴിഞ്ഞു, ഒരു കൊല്ലം നമ്മുടെ ജീവിതത്തിൽ വിട്ടുപോയി. സൽക്കർമ്മങ്ങളായിട്ട് എന്ത് പറയണേ, എന്തൊക്കെ സിനിമകളാണ് ചെയ്തത്. ഒരു രാത്രി നമ്മൾ ആഗ്രഹിക്കണം ഇന്നത്തെ ദിവസം എങ്ങനെയാണ്. ഈ രൂപത്തിൽ വിചാരണ നടത്തിയിട്ട്
നമ്മുടെ മനസ്സിന് അത് ശരിയല്ല. നിയമങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹറാമ് കണ്ടിട്ടുണ്ടെങ്കിൽ, അതുപോലെ ഹറാമ് കേട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കൈകാലുകളോട് മറ്റുള്ള ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ നിത്യം വിചാരണ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ നന്നാവും. അപ്പൊ അത് നമ്മൾ ചെയ്യുക, വിചാരണ ചെയ്തിട്ട് ഉഷാറാക്കണം ജീവിതം. ഇതൊക്കെയാണ് ഓരോ ഹിജറയിൽ നമ്മുടെ മുമ്പിൽ നിന്ന് കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന അനേകം പാഠങ്ങൾ പാഠത്തെ പറ്റി സൂചിപ്പിച്ചതാണ്. അള്ളാഹു നമ്മൾ ഗ്രഹിക്കുന്നത്. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളിൽ ഉടനീളം പാലിക്കണമെന്നൊരിക്കൽ കൂടെ എല്ലാവരെയും വസിയത്ത് ചെയ്യും. പരിശുദ്ധമായ 4 മാസങ്ങളിൽ ഒരു മാസത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹു പറഞ്ഞു, ഇന്നത്തെ ഷുറൂർ അള്ളാഹിന്റെ അടുത്ത് മാസങ്ങളുടെ എണ്ണം 12 ഈ കിതാബില്ല. ആകാശഭൂമിയെ സൃഷ്ടിച്ച് പറഞ്ഞത് നമ്മൾ നിശ്ചയിച്ചാണ് 12 മാസം. അതിൽ 4 എണ്ണം ഹുറം, 4 എണ്ണം പവിത്രമാണ്. അത് യുദ്ധമൊന്നും പാടില്ല, പവിത്രമായി അത് നിശ്ചയിച്ചതാണ്. പ്രശ്നങ്ങളൊന്നും പാടില്ല. അപ്പൊ ഇവിടെ 4 മാസം ഏതൊക്കെയാണ്? തിരുമേനി പറഞ്ഞു 3 എണ്ണം തുടർച്ചയായിട്ട് വരണം. പിന്നെ മുഹറം, പിന്നെ ഇടയിൽ വരുന്നതാണ് റജബ് മാസം. അപ്പൊ ഈ മുഹറത്തിലാണ് ഇതിന് മഹത്വമാണ് പോയി കാണുന്നത്. പവിത്ര മാസത്തിൽപ്പെട്ടതാണ്. മറ്റൊന്ന് അതിനെപ്പറ്റി പറഞ്ഞ അള്ളാഹിന്റെ മാസം, അള്ളാഹിലേക്ക് ചേർത്തിപ്പാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം അള്ളാഹിലേക്ക് ചേർത്തിപ്പാണ്. അൽ മുഹറം. പിന്നെ ചെയ്യാം റമദാന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ്, അത് ഷഹറുല്ലാ അൽ മുഹറം, അള്ളാഹിന്റെ മാസമായ മുഹറം മാസത്തിലെ നോമ്പാണ്. അപ്പൊ ഈ മാസത്തിൽ സുന്നത്ത് നോമ്പുകളൊക്കെ നമുക്ക് വർദ്ധിപ്പിക്കാം. അപ്പൊ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട 2 സുന്നത്ത് നോമ്പുണ്ട്. അതേതാണ്? അത് മുഹറം 9, 10. മുഹറം 9, 10. ആ മുഹറം 10 റസൂൽ അനുസരിച്ചു. പിന്നെ എന്തിനുവേണ്ടി? ജൂതന്മാരോട് എതിരാവുക എന്നുള്ള ഒരു കാര്യം ചെയ്യലുണ്ട് പല വിഷയത്തിൽ. അപ്പൊ അവര് 10 എടുക്കുന്നുണ്ട്. അപ്പൊ അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് മൂസാ നബിനെ അവരെ രക്ഷപ്പെടുത്തിയ ദിവസമാണ്. അപ്പൊ റസൂല് പറഞ്ഞു, മൂസാ നബിയോട് നിങ്ങളെക്കാൾ ബന്ധപ്പെട്ടത് നമ്മളാണ്. അങ്ങനെ നബി അതെടുക്കാൻ പറഞ്ഞു മുഹറം. പിന്നെ അവരുടെ എതിരാണ് കഷ്ടപ്പെട്ട് ജീവിക്കാണ്. ഞാൻ 9 എടുക്കുന്നു. അപ്പൊ മുഹറം 9, 10 വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. 10നെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഴിഞ്ഞുപോയ ഒരു മാസത്തെ പാപങ്ങൾക്കുള്ള പരിഹാരമാണ്. അപ്പൊ 9, 10 അടുത്ത വ്യാഴാഴ്ച വെള്ളിയാഴ്ചയാണ് 9, 10. ഈ മുഹറം 9, 10 അവക്കാര്യം ശ്രദ്ധിക്കാൻ കിട്ടുന്ന അവസരമാണ്. പൊതുവെ സുന്നത്ത് നോമ്പൊക്കെ എടുക്കാൻ വേണ്ടി ചെയ്യാം. ഈ പ്രത്യേക പോലുള്ളതൊക്കെ ഒന്നുകൂടി ശബ്ദം കൊടുക്കണം. അതിനുവേണ്ടി ഉറപ്പെടുത്തി അള്ളാഹു സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറാൻ നമുക്കെല്ലാം പ്രവർത്തിച്ച് ചെയ്യുമാറാവട്ടെ. അത് ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലുള്ള നമ്മളെല്ലാം പ്രവർത്തിക്കുമാറാവട്ടെ. ജന്നാത്തിൽ പ്രവേശിക്കുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും നമ്മൾ രക്ഷിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. وآخر دعوانا أن الحمد لله رب العالمين. صلى الله عليه وسلم.